ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുടുംബ കോടതി കേസുകൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളെക്കുറിച്ചാണ്. കുടുംബ കോടതി കേസുകളിൽ 99% പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ ഭർത്താവും ഭാര്യയും ചില മധ്യസ്ഥന്മാരും കൂടി ഈ കേസുകൾ വർഷങ്ങളോളം നീട്ടി വലിച്ചു കൊണ്ടുപോവുകയും ഇരു കൂട്ടർക്കും സമയവും പൈസയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്തെന്ന് വെച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് ഒരു നഷ്ടബോധം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ജയിച്ചാലും ജയിച്ച ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായി എന്നും വരില്ല. ആയതിനാൽ ഇപ്രകാരം നിങ്ങളുടെ പണവും സമയവും കോടതി വരാന്തയിൽ വേസ്റ്റ് ചെയ്യുന്നതിന് പകരമായി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് കേസുകൾ കോടതിയിലേക്ക് റഫർ ചെയ്യുന്നതിന് മുമ്പായി റൂൾ 4A എന്ന പേരിൽ ഒരു നോട്ടീസ് അയക്കാറുണ്ട്. ഈ നോട്ടീസിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിലൂടെ കേസ് കാര്യങ്ങൾ എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ അപ്രകാരം തീരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നോട്ടീസ് അയക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യുന്നതിന് മുമ്പായി പ്രീ ലിറ്റിഗേഷൻ, അതായത് വ്യവഹാരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി ഈ നോട്ടീസ് പ്രകാരം ഇരു കൂട്ടർക്കും യോജിച്ച് കൗൺസിലിംഗ് നടത്തി കേസ് കാര്യങ്ങളിൽ ഒരു തീരുമാനമാകാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് കേസുകളെ കൂടുതൽ സമയം കോടതി വരാന്തയിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനാൽ ഇപ്രകാരം റൂൾ 4A നോട്ടീസ് വരുമ്പോൾ തന്നെ കേസ് കാര്യങ്ങൾ പരമാവധി കൗൺസിലിംഗിലൂടെ ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്രകാരം ധാരണയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേസുകൾ പിൻവലിച്ച് ഇരു കൂട്ടർക്കും അവരവരുടേതായ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും. ഇപ്രകാരം നിങ്ങളുടെ സമയമോ പൈസയോ വേസ്റ്റ് ആവുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുകയില്ല. ആയതിനാൽ കുടുംബ കോടതി കേസുകൾ കൗൺസിലിംഗ് 2, 3, 4 വട്ടം നടത്തിയാലും കൗൺസിലിംഗിലൂടെ തന്നെ തീരുവാൻ ശ്രമിക്കുക. കോടതിയിൽ കയറിക്കഴിഞ്ഞാൽ ഇപ്രകാരം പെട്ടെന്ന് തീരുമാനമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. അത് വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രോസസ്സായിരിക്കും. ഇതിനിടയിൽ നിങ്ങളുടെ ലൈഫും സമയവും പൈസയും കോടതിയിൽ നഷ്ടമാവുന്ന ഒരു അവസ്ഥയും വരും. ആയതിനാൽ ഇപ്രകാരം റൂൾ 4A നോട്ടീസ് വരുമ്പോൾ തന്നെ കേസ് കാര്യങ്ങൾ കൗൺസിലിംഗിലൂടെ തീരുമാനമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്